എന്താ അത് തന്നെ എന്നോട് ഈ കഥാപാത്രം അടുക്കള 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 അത്രേ ഉള്ളൂ. അല്ല, എപ്പോഴും നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് വേറൊരു കഥാപാത്രം ചെയ്യാൻ താല്പര്യമുണ്ട്. ഇന്ന് ഈ അടുക്കള പുറത്തല്ല അമ്മ കഥാപാത്രം. ഇത് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇതേ ചോദിച്ചു. ഇന്റർവ്യൂ പ്രസംഗിട്ടാവാ. അതായത് സ്ഥിരം കഥാപാത്രം പോലെ അമ്മ കഥാപാത്രം അടുക്കളപ്പുറത്ത് മാത്രം നിൽക്കുന്ന കഥാപാത്രങ്ങളല്ലാതെ എനിക്ക് വേറെ. അത് നീ അതെന്നോട് പറഞ്ഞേ, ചേച്ചി ഇങ്ങനെ ചെയ്താൽ മതിയോ, കഥാപാത്രം മാറ്റി ചെയ്യേണ്ടത് ആഗ്രഹമുണ്ട്, കിട്ടണ്ടേ. നമുക്ക് ഡിമാൻഡ് ഇടാനൊന്നും പറ്റത്തില്ല. നമ്മൾ തുടക്കത്തിൽ നമുക്ക് കിട്ടുന്ന കഥാപാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കൊണ്ടുവരാൻ നോക്കുക. ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ് ഇന്റർവ്യൂ പറഞ്ഞു, എനിക്ക് വില്ലമേഷമൊക്കെ കിട്ടും, പക്ഷെ മക്കൾക്ക് ഈ അടുക്കളയിൽ ചോറിനകത്ത് വിഷം ഒഴിച്ചു അതായിരിക്കും എന്റെ വില്ലം വരാൻ പോകുന്നത്. അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നിങ്ങൾ മുമ്പ് ചോദിച്ചതിന് ഒരു ഉത്തരവാദിന, ഈ മീഡിയ ഇതില്ലേ, നിങ്ങളിടുന്ന ക്യാപ്ഷൻ ഒന്ന് വൃത്തിയാക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന തെറിയും കുറയും, വീട്ടിലിരിക്കുന്നവരുടെ തുമ്മലും കുറയും. ക്യാപ്ഷനൊക്കെ ഒന്ന് വൃത്തിയാക്കി, അത് നിങ്ങൾ എല്ലാവരും കിട്ടിയ സമയത്താണെന്ന് പറയാം. ഉണ്ട് ഇച്ചിരി ക്യാപ്ഷൻ, അത് നോക്കിയിട്ട് കാണാതെ തെറുകൂടെ അവരുടെ അന്നാലല്ലേ ആൾക്കാരെ കാണുന്നില്ല. നമ്മളങ്ങനെ ഒരു ക്ലിപ്പ് ആയിട്ടല്ലേ ഞാൻ ഇതേ ജോലി ചെയ്യണം, ഞാനും അങ്ങനെയൊക്കെ സംഭവിക്കും. കൊള്ളാം കേട്ടോ, ഇച്ചിരിയൊക്കെ പറ. അത്രേ ഉള്ളൂ. ഈ പ്രശാന്തിനോട് ചേട്ടാ, ഈ സിനിമയിലെ കഥാപാത്രം കുറച്ച് വില്ലനാണോ? അതെ, ഇതിലും വില്ലൻ തന്നെയാണ്. അല്ല, വില്ലനല്ല, വില്ലനായി പോകുന്നതാണ് ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്ക്. ഫൈനലി ചേച്ചി പറഞ്ഞ പോലെ തന്നെ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചോദിച്ചു മേടിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് വരുന്ന എന്താണോ അത് ചെയ്യാന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. അപ്പൊ ഇതിനകത്തും സാഹചര്യം കാരണം ഒരു ആന്റി വില്ലൻ പോലെ, ആന്റി ഹീറോ പോലത്തെ ഒരു ഐറ്റത്തിലാണ് വന്നിരിക്കുന്നത്. നീവിൻ ചേട്ടന്റെ അടുത്ത സുഹൃത്ത് എന്നല്ലുള്ള ചോദ്യമാണ്. അതായത് ഇപ്പൊ റീസെന്റ് നീവിൻ ചേട്ടൻ ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലായിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് പിന്നിലുള്ള പറഞ്ഞാല് ആ സ്ത്രീയെ, ആ ഫേക്ക് കേസ് കൊടുത്ത സ്ത്രീക്കെതിരെ യാതൊരു ന്യൂസും വരുന്നില്ല, അതിനെ കുറിച്ച് യാതൊരു ചർച്ചകളും നടക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അതെങ്ങനെയാ എനിക്കറിയാം. അല്ല, ഞാൻ ചോദിക്കാന്ന് പറഞ്ഞാൽ ഇത് അതെന്തുകൊണ്ടായിരിക്കും നിനക്കെന്താ തോന്നുന്നത്? അതിനെ കുറിച്ച് യാതൊരു വ്യക്തമല്ല. കാരണം ചേട്ടനെതിരെ കേസ് വന്നപ്പോ ന്യൂസ് വാല്യൂ ഭയങ്കര ഹൈ ആയിരുന്നു, നാഷണൽ ലെവലിൽ. അല്ല, അതിപ്പോ നിങ്ങളൊരു ചർച്ചയാക്കി കൂടെ? അത് നിങ്ങളൊക്കെ വീട്ടിൽ നിൽക്കുമ്പോ നിങ്ങളൊരു ചർച്ചയാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ